ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഇപ്പോഴത്തെ എന്നെപ്പോലെ ഇതൊക്കെ കണ്ടിരിക്കുന്ന ആളുകൾക്കുമൊക്കെ ഒരു കാലത്ത് ഏറെ പ്രിയപ്പെട്ട ഒരു കഥാപാത്രമായിരുന്നു അല്ലേ? ശക്തനിൽ ശക്തൻ അല്ലേ, എതിരാളിക്കൊരു പോരാളി എന്നൊക്കെ നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മൾ ആവേശപൂർവ്വം പറഞ്ഞ നമ്മുടെ ഒരു സൂപ്പർ ഹീറോയായി നിന്ന ആൾ ആരാണ് എന്ന് അറിയാം. ഡിങ്കനാണ്. ഇപ്പോൾ അദ്ദേഹം വളർന്നു വരുന്ന ഡിങ്ക ഭഗവാൻ വരെ ആയിട്ടുണ്ട്. എന്തായാലും ഡിങ്കന് വരയിലൂടെ ജീവൻ നൽകിയ ആർട്ടിസ്റ്റ് ബേബിയെ നമുക്ക് ഒന്ന് കാണാം. അദ്ദേഹം ആ പഴയ ഓർമ്മകൾ ഒന്ന് വീണ്ടെടുക്കുന്നത് കാണാം. ബാല്യകാലത്തിൻ്റെ മധുരസ്മരണകളും പേറി ചില വീടുകളിലെങ്കിലും ബാലമാസികകൾ ഇന്നും കാത്തുവെച്ചിട്ടുണ്ടാകും. ഡിങ്കനും മായാവിയും മാജിക് മാലുവും ഒക്കെയാകാൻ കൊതിച്ച തലമുറയുടെ നല്ല ഓർമ്മകളുടെ സ്മാരകം. കുട്ടിക്കാലത്തെ ഒഴിവു സമയങ്ങൾ ആനന്ദകരമാക്കിയതിന് ആർട്ടിസ്റ്റ് ബേബിയെ പോലുള്ളവരോട് നാം കടപ്പെട്ടിരിക്കുന്നു. സാർ, എങ്ങനെയാണ് ഈ ഡിങ്കൻ എന്നുള്ള പേരും ഈ രൂപത്തിലേക്കും എത്തുന്നത്? ഡിങ്കൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയതിന് സോമശേഖരൻ അതിൻ്റെ എഡിറ്ററായിരുന്നു. അദ്ദേഹമാണ് സ്ക്രിപ്റ്റ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പം ഞാൻ ഞാനോട് ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് സ്ക്രിപ്റ്റ് തന്ന് ഞാൻ വരയ്ക്കുക. വർഗീസ് സാറിൻ്റെ ആഗ്രഹപ്രകാരമാണ് തുടങ്ങിയത്, MC വർഗീസ്. അപ്പോൾ അന്ന് ബാലമംഗളത്തിനകത്ത് നേരത്തെ ഇതില്ല, ഒരു സ്ഥിര ഒരു കഥാപാത്രം ഇല്ല. അപ്പോഴാണ് നമുക്കിങ്ങനൊരു കഥാപാത്രം ഇത് തുടങ്ങണമെന്ന് പറഞ്ഞ് അങ്ങനെ സ്ക്രിപ്റ്റ് എഴുതി ഞാൻ വരയ്ക്കാൻ തുടങ്ങി. അപ്പോൾ നമുക്കിപ്പോൾ ഇത് പുതുതായിട്ട് തുടങ്ങിയതാണ് ഈ ക്യാരക്ടർ. അത് തുടങ്ങിയപ്പോൾ നല്ല ഇതായി. പിന്നെ നല്ല പോയി കൊപ്പിയും കൂടാൻ തുടങ്ങി നന്നായിട്ട്. ഡിങ്കൻ ഇപ്പോൾ എത്ര വയസ്സായി കാണും? 81 ഡിങ്കൻ ആരംഭിച്ചതാണ്. അന്ന് ഇപ്പോൾ ഈ 2015 വരെ പിന്നെ 12 ബാലമംഗളം നിർത്തി അവിടെ അന്ന് നിന്ന്. പിന്നെ കന്നഡയിൽ നിന്ന് അത് ഈ ഇടയ്ക്ക് ഡിങ്കമതമൊക്കെ ഡിങ്കമതം വന്ന് ഭയങ്കര ഇതായിപ്പോയി. ഡിങ്കൻ്റെ ഓരോ സ്തുതികളും ഡിങ്കൻ്റെ വാഹിമ എന്നൊക്കെ പറഞ്ഞ് ഒരു യൂട്യൂബിനകത്തുണ്ട്, ഒത്തിരി ഉണ്ട്. കാണുമ്പോൾ ഇപ്പോൾ ഇപ്പോഴും അവർക്കും തോന്നി ഇപ്പോഴും വേണ്ടായിരുന്നു, നിർത്തണ്ട, നല്ല ഇതായിട്ട് കൊണ്ടുപോകണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും ഇപ്പോൾ അവരുടെ മറ്റൊരു കക്ഷികൾ ഇറക്കാനായിട്ട് വന്നിരിക്കുക പുസ്തകം ഡിങ്കൻ മാത്രമായിട്ട്. ഡിങ്കന്റെ അനുഗ്രഹത്താൽ 67-ാം വയസ്സിലും ആർട്ടിസ്റ്റ് ബേബി വര തുടരുന്നു. രഘുനാഥ് നാരായണൻ, മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ. രഘു നമുക്കൊപ്പം ഉണ്ട്. രഘു, ഡിങ്കൻ എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ഒരു സൂപ്പർ ഹീറോയിൽ പെട്ടതാണ്. ഇപ്പോൾ ഡിങ്കമതം എന്നൊക്കെ പറഞ്ഞ് പല വിധത്തിൽ കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും മറക്കാൻ കഴിയാത്ത കഥകളാണ്. അപ്പോൾ വീണ്ടും അവതരിക്കാൻ സാധ്യതയുണ്ടോ യഥാർത്ഥ ഡിങ്കൻ? ഈ 90കളുടെ പകുതി വരെയൊക്കെ 95 കാലഘട്ടത്തിലൊക്കെ ജനിച്ചവർക്ക് വരെയാണ് ഈ ബാലമാസികകളോടൊരു പ്രത്യേക അടുപ്പം തോന്നുക. കാരണം അന്നൊന്നും മൊബൈലില്ല, ഇത്തരത്തിൽ വീഡിയോ ഗെയിമുകളില്ല, അല്ലെങ്കിൽ അതൊന്നും അത്ര സജീവമായി വരുന്നില്ല എന്ന് മാത്രവുമല്ല TV ഒക്കെ വളരെ വിരളമാണ്. മൗഗ്ലിയോ അല്ലെങ്കിൽ കാട്ടിലെ കണ്ണനോ ശക്തിമാനോ പോലെയുള്ള ചെറിയ ചെറിയ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന സീരിയലുകളോ അങ്ങനെയുള്ള കാർട്ടൂണുകളോ ഒക്കെ ഉള്ളായിരുന്നു ദൂരദർശനിൽ. അത് മാത്രം കണ്ടുകൊണ്ടല്ല ആ തലമുറ ജീവിച്ചത്. ഒപ്പം ഈ വായന കൂടി അവർക്ക് വളരെ ഒരു ഞാൻ വാർത്തയിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു മാനസിക ഉല്ലാസമായിരുന്നു. പ്രത്യേകിച്ച് ഒരു വീട്ടിൽ ചിലപ്പോൾ ബാലഭൂമി ആയിരിക്കും വരുത്തുക, മറ്റൊരു വീട്ടിൽ മറ്റൊരു പ്രസിദ്ധീകരണമായിരിക്കും. അത് പരസ്പരം ഷെയർ ചെയ്യും. അതിൻ്റെ ഡേറ്റ് തന്നെ വ്യത്യാസമാണ്, വരുന്ന തീയതി. അപ്പം ഒരാൾ ബാലഭൂമി വായിച്ച് പൂർത്തിയായതിനു ശേഷം മറ്റൊരാൾക്ക് കൊടുക്കുകയും അയാളിൽ നിന്ന് മറ്റ് പ്രസിദ്ധീകരണം വാങ്ങിയൊക്കെ വായിച്ച ഒരു തലമുറയായിരിക്കും ഞാനും ദേവീഷും ഒക്കെ. പുതിയ തലമുറയ്ക്ക് ഒരു പക്ഷേ അത് മനസ്സിലാവില്ല. അവർ വേറൊരു രീതിയിലേക്ക് അവരുടെ ആസ്വാദന തലമൊക്കെ മാറ്റിയിട്ടുണ്ട്, പ്രത്യേകിച്ചൊരു ന്യൂ മീഡിയയുടെയൊക്കെ കാലത്ത്. എന്തായാലും ഡിങ്കനെ അറിയാത്ത ആരും ഉണ്ടാവില്ല. പ്രത്യേകിച്ച് ഡിങ്കനെ വായിച്ചറിഞ്ഞവർക്കപ്പുറം ഡിങ്കനെ സോഷ്യൽ മീഡിയയിലൂടെ അറിഞ്ഞവരായിരിക്കാം പുതിയ തലമുറയിൽ കൂടുതൽ ആളുകളും. പ്രത്യേകിച്ച് ഡിങ്ക ഭഗവാൻ എന്നൊക്കെ ഉള്ള ഒരു ചൊല്ല് വരുന്നു, ഡിങ്ക മതമുണ്ടാകുന്നു, ഡിങ്കോയിസം വരുന്നു. അതൊക്കെ ഒരു പക്ഷേ പരമ്പരാഗതമായിട്ടുള്ള മതങ്ങളെയും വ്യവസ്ഥകളെയും ഒക്കെ വെല്ലുവിളിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെയൊക്കെ ഒരു ആക്ഷേപ തലത്തിലേക്ക് പറ്റിക്കൊണ്ട് വരുന്നതാണെങ്കിൽ കൂടിയും ചില ആളുകളൊക്കെ അതിൽ വിശ്വസിക്കുന്നുണ്ട്. നമുക്കും വേണമെങ്കിൽ അതിനകത്ത് വിശ്വാസമോ അല്ലെങ്കിൽ അവിശ്വാസമോ ഒന്നും വേണ്ട, അതിനെ ഒരു കൗതുകരമായി കണ്ടുകൊണ്ട് ഡിങ്കനെയൊക്കെ നമുക്ക് കാണാവുന്നതാണ്. എന്തായാലും ഡിങ്കൻ പിറന്നിട്ട് 40 വർഷം. ശരി, എന്തായാലും ഇത്രയും വർഷം 40 വർഷമായെങ്കിലും ഡിങ്കൻ ഇപ്പോഴും ചെറുപ്പമാണ്. ഇനിയും കഥകൾ വായിക്കണമെങ്കിൽ ഒരുപക്ഷെ വീണ്ടും അവതരിക്കട്ടെ എന്നുകൂടി നമുക്ക് ആശിക്കാം.